വീണ വേദന എനിക്ക് താങ്ങാനാവുന്നില്ല. ശരീരത്തിന്റെ വേദനയേക്കാളേറെ മനസ്സുകൊണ്ട് കരയുകയാണ് മക്കളെ ഞങ്ങൾ. ചോരയും നീരും ഒരു രാഷ്ട്രത്തിന് വേണ്ടി ബലി കൊടുത്തവർ, എന്റെ ദൈവമേ, ദൈവം ചെയ്തെന്നെ രക്ഷിക്കൂ. എന്തു ചെയ്യാം, ഞാനൊരു പാവം മനുഷ്യനായി പോയി. ശവമായി മാറിക്കഴിഞ്ഞു. ആനന്ദമില്ലല്ലോ. അടുത്തിരിക്കുന്നു. ഇല്ല, മരിച്ചിട്ടില്ല. സാർ, നിങ്ങൾ ഭയപ്പെടാതെ, നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളെ ഞാൻ രക്ഷിക്കും. അതായത് എന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഞാനൊരു ചെറിയ ഭേദഗതി. നിങ്ങളൊരു മനുഷ്യനാണ് എന്നുള്ളതിന് പകരം ഒരു മനുഷ്യ കുരങ്ങാണെന്ന് റിപ്പോർട്ട് ചെയ്യും. പിന്നെ പരിസ്ഥിതി പ്രക്ഷോഭമായാലും പത്രക്കാരും എല്ലാ രംഗത്തും ചുരുങ്ങിയതൊരു സർക്കസ് കമ്പനിക്കാരനെങ്കിലും നിങ്ങളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടു. വേണ്ട, എനിക്ക് ജീവിക്കണം, ഒരു മനുഷ്യനായി ജീവിക്കണം. അതിനുവേണ്ടിയാണ് ഞാനൊരു സ്വാതന്ത്ര്യ സമര ഭടനായത്. നിങ്ങളെല്ലാം ഇന്ന് അനുഭവിക്കുന്ന ഈ ദുസ്വാതന്ത്ര്യമുണ്ടല്ലോ, ഞങ്ങൾ ചോരയും നീരും ബലി കൊടുത്ത് കുടുംബ ബന്ധങ്ങൾ പോലും വകവയ്ക്കാതെ നേടിത്തന്നതാണ്. നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഏറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒരൽപ്പം കരുണ ദയവ് ചെയ്തെന്നെ രക്ഷിക്കൂ. മുകളിൽ നിന്നുള്ള കൽപ്പനയുമായി എന്റെ ഏമാൻ അദ്ദേഹം കൽപ്പനയോ? അതെ, സിനിമാകാരി കൽപ്പനയല്ല. എന്റെ എസ് ഐ ഏമാനോട് ചോദിച്ചാൽ പറയും സർക്കിളിനോട് ചോദിച്ചു. സർക്കിള് പറയും DYS, അങ്ങനെ പടികൾ കയറിറങ്ങി വരുത്ത ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ കൽപ്പന. വരട്ടെ കൽപ്പന. People of India, it is the dawn of freedom, end of an era. We proudly share this solemn moment with the nation. Her Imperial Majesty, Queen Elizabeth is pleased to declare India independent. Thank you. അത്യന്തം ഗുരുതരവും അടിയന്തര പ്രാധാന്യമുള്ളതുമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഫയലാണ് ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയാനാണ് നേരിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതൊരു തീർത്തും അസാധാരണമായ മാനുഷിക പ്രശ്നമാണ്. ഇതൊന്നും കേൾക്കുന്നില്ലല്ലോ.
ഉണ്ട്. ആട്ടെ, ഏത് കമ്പനിയുടേതാണ് സർ? ഹിറ്റാച്ചി, ജപ്പാൻ മെയ്ഡ്. അതില്ലെങ്കിൽ അവരുടെ ആയാലും മതി. ഈ ബാറ്ററി കമ്പനി എന്താ? തന്റെ തന്തയുടെ വകയാണ്. ഇതെന്താ ഭ്രാന്താശുപത്രിയോ? സർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഓ സോറി, ഗുഡ് ആഫ്റ്റർനൂൺ. സോറി, ഞാനത് മറന്നു. വെരി കറക്റ്റ്. താങ്ക് യു. സർ, ഞാൻ ആ മരത്തിനടിയിൽപ്പെട്ട പാവ മനുഷ്യന്റെ ഫയലൊന്ന് പൊക്കാൻ വേണ്ടി വന്നതാണ്. എന്റെ സൂപ്രണ്ട് സർ ഇങ്ങോട്ട് അയച്ചിരിക്കുന്ന ആ ഫയൽ. ഓ, സൂപ്പറിന്റെ പോലീസ്. എന്റെ പഴയൊരു ക്ലാസ്മേറ്റാണ് അദ്ദേഹം. പഠിക്കുന്ന കാലത്ത് സ്പോർട്സ് ചാമ്പ്യനായിരുന്നു. എന്റെ പ്രത്യേക അന്വേഷണം പറയണം. പറയാം സർ. ഇതൊരു പാവം ദരിദ്രനാണ്. എന്റെ ജീവൻ മരണ പ്രശ്നമാണ്. വാട്ട് നോൺസെൻസ് ആർ യു സ്പീക്കിംഗ്? ഒരു IPS ചാനലിനെ കുറിച്ച് ഇങ്ങനെ അപവാദം പറയരുത്. അവൻ ദരിദ്രനാണെന്നല്ല, എനിക്കറിയാം. സാമൂതിരി രാജാവിന്റെ വകയിലൊരു അനന്തരവനാണ്. അതല്ലേ എന്നെ പോലെ ഒരു പേഴ്സണാലിറ്റി. ചായ കൊണ്ടുവരാം സാർ. എനിക്ക് കടുപ്പം കുറച്ച് മതി. ഏമാൻ അദ്ദേഹത്തിന് ഉറങ്ങാനുള്ളതാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്കൊക്കെ ഇവിടെ തിന്നെ കുടിക്കാൻ ഒരൊറ്റ ജോലി മാത്രമേ ഉള്ളൂ? വീട്ടിലുണ്ടാക്കുന്ന കുറെ യന്ത്രങ്ങളെന്നല്ലാതെ എന്ത് പറയാൻ? സാർ സാർ, ഒരു സ്ത്രീ പുറത്ത് കുറെ നേരമായി കാത്തു നിൽക്കുന്നു. എനിക്ക് വളരെ സങ്കടം തോന്നിപ്പോയി. ഒരു യുവതിയാണ് സാർ. പ്രായം കാണും. പ്രായം നിങ്ങളോട് പ്രായം ചോദിച്ചില്ല. അവരോട് വേഗം വരാൻ പറയൂ. വരാൻ പറയട്ടെ സാർ. അതിനോട് മറ്റൊരു കേസ് പെൻഡിൽ കിടക്കല്ലേ? ആശം. എക്സ്ക്യൂസ് മീ സാർ, സാറിന്റെ കാര്യം ഉടനെ ശരിയാക്കി. സാറല്ല, ഇവിടെ അല്ല, അവിടെ. അവിടെ അല്ല, പുറത്ത് പുരുഷന്മാരുടെ വെയിറ്റിംഗ് ഷെഡിൽ ബെഞ്ചുണ്ട്, അവിടെ ഇരിക്കാം. പിന്നെ ഞാൻ പറ്റി എടുത്തോളാം മോനെ. ഒരു പരാതിയുണ്ട്. അവധി അവിടെ അല്ല, ഇവിടെ. സർ, ഒരു പരാതിയുണ്ട്. എന്റെ ഭർത്താവിനെ കാണാനില്ല. ഭർത്താവിനെ കാണുവാനില്ല. ഇതെന്താ പുതിയ സിനിമയുടെ പേര്? എങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയിക്കളെ. എന്താ? സിനിമയല്ല, നാടകം. ഓ, നാടകം. എനിക്കതിലത്ര വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അവര് നിർബന്ധിക്കുകയാണെങ്കിൽ. സർ, അനാവശ്യം പറയരുത്. ഇത്രയും വലിയ സ്ഥാനത്തിരുന്നോണ്ട് ഇങ്ങനെ സംസാരിക്കാൻ നാണമില്ല സാറിന്. ഛ! കാണാതെ അവരെ കണ്ടുപിടിക്കുന്ന ജോലി ഞങ്ങൾക്കുള്ളതല്ല. യു ക്യാൻ ഗോ ടു ദ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ. ഈ തരണിമണി തനിച്ചോ? ഈ തരണിമണി തനിച്ചോ? അവർ നിന്നെ പിടിച്ച് ലോക്കപ്പിലടച്ച് ബലാത്സംഗം ചെയ്യും. തുടരെ